ഹായ് ഓൾ, വെൽക്കം ടു ദ ലിറ്റിൽ ബിഗ് ലൈഫ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് കുട്ടികൾക്കുള്ളൊരു വെയിറ്റ് ഗെയിൻ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി കുറുക്കാട്ടോ. എല്ലാവർക്കും റാഗി കുറുക്ക് അറിയാം, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികളും അത് വളരെ ആസ്വദിച്ച് കഴിക്കും. നല്ല വെയിറ്റ് ഗെയിനും ഉണ്ടാകാൻ ഇത് സഹായിക്കും കേട്ടോ. എൻ്റെ മോന് ഞാനിതൊരു വീക്കിലി ഒരു 4 വട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ഫുൾ ബോട്ടിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിലാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അത് തീരാറായി, അവൻ അതുപോലെ അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂണാണ് ഞാനിപ്പോൾ അളവിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സെർലാക്കിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന സ്പൂണാണ്. അപ്പോൾ ഞാൻ അതിലാണ് അവൻ്റെ എല്ലാ ഫുഡിൻ്റെ മെഷർമെൻറ്റ് ആ ഒരു സ്പൂണിലാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിൽ 3 സ്പൂണാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. 3 സ്പൂണിന് ഞാനൊരു 200 ml പാൽ എടുത്തിട്ടുണ്ട്. പാൽ നിങ്ങളുടെ ആവശ്യമായ രീതിയിൽ എടുക്കാം കേട്ടോ. പാലല്ലെങ്കിൽ വെള്ളം മതി. എൻ്റെ മോന് പാലിൻ്റെ രുചിയാണ് ഇച്ചിരി കൂടെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ പാലിൻ്റെ അകത്തേക്ക്, ചൂടാറിയ പാലിൻ്റെ അകത്തേക്ക് ഈ 3 സ്പൂൺ റാഗി പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചൂടാണെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടാറിയ പാലിൻ്റെ അകത്തേക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അത് നന്നായിട്ട് അങ്ങ് സ്മൂത്താക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കത് ചെറു തീയിൽ, ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് ഉപയോഗിക്കുന്നത്, ഗ്യാസിലായാലും ചെറു തീയിൽ അത് ഓണാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാക്സിമം 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല ഇതുണ്ടാക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ഉണ്ടാക്കല്, അതാകുമ്പോൾ പെട്ടെന്ന് അത് കുറുകി വരാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് വേഗില്ല കേട്ടോ. അപ്പോൾ നല്ല ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈ എടുക്കാണ്ട് ഇളക്കണം കേട്ടോ, എന്നാലേ ആ സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഇടയ്ക്കൊന്ന് കൈ എടുത്താൽ അവിടെ ഇവിടെയും റാഗി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. എനിക്ക് അങ്ങനെ പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് നല്ല റെസ്റ്റ് എടുക്കാണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ല ഒരു രീതിയിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് തിള വന്നപ്പോഴത്തേക്കും അത് പതുക്കെ കുറച്ചുകൂടെ തിക്കാവാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലേക്കാട്ടോ ഞാൻ എടുക്കുന്നത്. ഇത്രയും ഒരു ചെറിയൊരു ലൂസായിട്ടും എന്നാലും അധികം ലൂസല്ലാത്ത രീതിയിൽ, കാരണം ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും വളരെ തിക്കായി പോവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലേക്കാണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പാലിട്ടുകൊണ്ടാട്ടോ ഈ കളറ്. നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ കളറായിരിക്കും കേട്ടോ, ഇത് റോസ്റ്റഡ് റാഗി ആയതുകൊണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോഴത്തേക്കും പതുക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ എക്സാക്ട്ലി ഈ ഒരു രീതിയിലേക്ക് നമുക്കത് കിട്ടും. വളരെ ടേസ്റ്റാട്ടോ. കുട്ടികൾക്കത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു വയ്ക്കുക, ഏത് കഴിക്കാത്ത കുട്ടിയായാലും ഈ കുറുക്ക് കഴിക്കും കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ നല്ല എൻ്റെ മോന് ഇച്ചിരി കൂടെ തിക്കായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇഷ്ടം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാൻ 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞ ഡേറ്റ്സ് ആട്ടോ. പിന്നെ 2 ഞാലിപ്പൂമ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റോബസ്റ്റ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഞാൻ 2 ഡേറ്റ്സും 2 പഴവും ഇച്ചിരി പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലാത്തിട്ട് അടിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു രീതിയിൽ ഞാൻ നല്ല സ്മൂത്താക്കി അടിച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഇടാം കേട്ടോ, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു 1/2 സ്പൂൺ ഗീയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഈ ഒരു രീതിയിലിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിരിക്കും. ആ ഗീയുടെയും പിന്നെ മധുരവും ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾ വളരെ ആസ്വദിച്ച് കഴിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മോൻ എങ്ങനെ കഴിക്കുന്നത്. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോൾ 2 വയസ്സായി, എന്നാലും അവന് ഈ കുറുക്ക് ഞാനവന് ഒരു 6 മാസം തൊട്ട് ഇത് കൊടുക്കുന്ന കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ വേണ്ടി. വളരെ ആസ്വദിച്ച് അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കട്ടെ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. മധുരവും ഉണ്ട്, പഴത്തിൻ്റെയും ആ റാഗിയുടെ ടേസ്റ്റ് നമുക്ക് അത്രയും കിട്ടത്തില്ല. ഗീയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു റാഗി പായസം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലാട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ മോൻ്റെ സന്തോഷം കണ്ടില്ല, അവരിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്